കേരളത്തെ പിന്നോട്ടടിച്ച 100 ദിനങ്ങൾ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. UDF സർക്കാർ അധികാരത്തിലേറി 100 ദിനങ്ങൾ പിന്നിടുമ്പോൾ നടന്നത് വാഗ്ദാന ലംഘനങ്ങളുടെയും തിരിച്ചടികളുടെയും കണക്ക് പുസ്തകം. കഴിഞ്ഞ 10 വർഷത്തിനിടെ എല്ലാ മേഖലകളിലും കേരളം കൈവരിച്ച വികസന കുതിപ്പിനെ കേവലം 100 ദിവസം കൊണ്ട് തകിടം മറിച്ചിരിക്കുകയാണ് UDF സർക്കാർ. ജനക്ഷേമ വികസന മേഖലകളിൽ സംസ്ഥാനത്തെ പിന്നോട്ടടിച്ചും കപട വാഗ്ദാനങ്ങൾ നൽകി വോട്ടർമാരെ വഞ്ചിച്ചുമാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, ലൈഫ് മിഷൻ, ദുരിതാശ്വാസം തുടങ്ങിയ കേരളത്തിന്റെ അഭിമാന പദ്ധതികളെയെല്ലാം ഇതോടെ പ്രതിസന്ധിയിലായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിലെ തോൽവിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് PV അൻവർ. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കോൺഗ്രസിന്റെ ചതിക്കെതിരെ അൻവർ രംഗത്ത് വന്നത്. ചേർത്ത് പിടിക്കേണ്ടവരാൽ ചതിക്കപ്പെട്ടുവെന്നും അതാണ് തന്റെ നിശബ്ദമായ പിന്മാറ്റത്തിന് കാരണമെന്നും അൻവർ പറഞ്ഞു. ചതിച്ചതാര് ചന്തു തന്നെ, മഷിയിട്ട് നോക്കേണ്ട കാര്യമില്ല എന്ന് തുടങ്ങിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയാണ് രൂക്ഷ വിമർശനം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് മരിച്ച കേസിലെ പ്രതി ഡോക്ടർ റാമിന്റെ അറസ്റ്റിൽ വീഴ്ച വരുത്തിയ ഡിവൈഎസ്പിക്ക് സസ്പെൻഷൻ. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുധീർ കലനെതിരെയാണ് നടപടി. ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്യാത്തതിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് നടപടി. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിക്ക് ജാമ്യം. എന്നാൽ കാപ്പ ചുമത്തി കരുതൽ തടങ്കിൽ അടച്ചതിനാൽ ആയങ്കിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാകില്ല. കോതമംഗലം സ്റ്റേഷൻ ഹൌസ് ഓഫീസറെ സമൂഹ മാധ്യമങ്ങളിലൂടെ വധഭീഷണി മുഴക്കിയതും അധിക്ഷേപിക്കുകയും ചെയ്ത കേസിലാണ് കോതമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് ആയങ്കിക്ക് ജാമ്യം അനുവദിച്ചത്. ഓണക്കാലത്ത് സംസ്ഥാനത്തെ മദ്യവിൽപ്പനയിൽ റെക്കോർഡ് വർധന. കഴിഞ്ഞ 3 ദിവസം മാത്രം വെബ്കോ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റഴിച്ചത് 279.12 കോടിയുടെ മദ്യം. ഓണക്കാലം തുടങ്ങിയ 6 ദിവസത്തിനിടെ 512.11 കോടിയുടെ മദ്യമാണ് വിറ്റുപോയത്. കഴിഞ്ഞ ശനിയാഴ്ചയിലെ മാത്രം വിൽപ്പന 100 കോടിക്ക് മുകളിലാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ മദ്യവിൽപ്പന 460.80 കോടി രൂപയായിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി വീണ്ടും സമരത്തിനൊരുങ്ങുന്നു. ജന്തർ മന്ദർ സമരവുമായി ബന്ധപ്പെട്ട ജൂലൈ 25 നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടെന്നും ഇതിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ 5 രാജ്യവ്യാപകമായി സമാധാനപരമായ സമരം നടത്തുമെന്നും CJP വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സെപ്റ്റംബർ 5 ഇന്ത്യ ഗേറ്റിൽ ആരംഭിക്കുന്ന സമരം തുടർന്ന് ഡൽഹി പോലീസ് ആസ്ഥാനത്തേക്ക് നീങ്ങുമെന്നുമാണ് റിപ്പോർട്ട്. ശുദ്ധജലമടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യപ്പെട്ട് ഉത്തർപ്രദേശിൽ വിദ്യാർത്ഥികൾ ആരംഭിച്ച സമരം കൂടുതൽ സ്കൂളുകളിലേക്ക് വ്യാപിച്ചു. സർക്കാർ സ്കൂളുകളിലെ അധ്യാപക ക്ഷാമം, അടിസ്ഥാന സൗകര്യമില്ലാത്ത കെട്ടിടങ്ങൾ, വൃത്തിഹീനമായ ഉച്ചഭക്ഷണം, ശുദ്ധജലക്ഷാമം, അധികൃതരുടെ മോശം പെരുമാറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉയർത്തിയാണ് UPയിൽ പ്രൈമറി സ്കൂളിലെ കുട്ടികളടക്കം സമരത്തിനിറങ്ങിയത്. തമിഴ്നാട്ടിൽ വമ്പൻ ജനക്ഷേമ പ്രഖ്യാപനങ്ങളുമായി മുഖ്യമന്ത്രി C. ജോസഫ് വിജയ്. വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെയുള്ള കുടുംബങ്ങൾക്ക് ഒരു വർഷം 3 പാചകവാതക സിലിണ്ടറുകൾ സൗജന്യമായി നൽകുമെന്ന് വിജയ് നിയമസഭയിൽ പറഞ്ഞു. അന്നപൂർണ സൂപ്പർ 6 എന്ന് പേരിട്ട പദ്ധതി 2027 പൊങ്കൽ മുതൽ നിലവിൽ വരും. ഏകദേശം 1.30 കോടി കുടുംബങ്ങൾക്ക് ഇത് പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ ജില്ലാ ആശുപത്രിയിൽ തീപിടുത്തം. അപകടത്തിൽ 3 നവജാത ശിശുക്കൾ മരിച്ചു. പുലർച്ചെ 3:30 ആശുപത്രിയുടെ 3ാം നിലയിലെ വെന്റിലേറ്റർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായത്. ഗുരുതരമായ പൊള്ളലേറ്റും പുക ശ്വസിച്ചുമാണ് കുഞ്ഞുങ്ങൾ മരിച്ചത്. പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ ഗിനിയയുടെ തലസ്ഥാനമായ കൊനാക്രിയിൽ വൻ ദുരന്തം. നഗരത്തിലെ പ്രധാന മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിലുണ്ടായ ശക്തമായ മണ്ണിടിച്ചിലിൽ കുട്ടികളടക്കം 30 പേർ മരിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയെ തുടർന്നാണ് കുന്നുകൂടിക്കിടന്ന മാലിന്യമല ഇടിഞ്ഞു വീണത്. നഗരപ്രാന്തത്തിലുള്ള ധാർ എസ് സലാം എന്ന ജനവാസ മേഖലയിലേക്കാണ് മാലിന്യ കൂമ്പാരം ഇടിഞ്ഞു വീണത്. അപകട സമയത്ത് ഭൂരിഭാഗം ആളുകളും വീടിനുള്ളിലായതിനാൽ മരണസംഖ്യ ഉയരാൻ കാരണമായി. നിരവധി വീടുകൾ പൂർണ്ണമായും മാലിന്യത്തിനടിയിലായിട്ടുണ്ട്. ജനേകം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, YouTube, വാട്സ്ആപ്പ് ചാനലുകൾ സന്ദർശിക്കുക.